ചെയ്ത ഒരു കാര്യത്തിൻ്റെ, നടന്ന ഒരു സംഭവത്തിൻ്റെ സമയം എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിച്ചറിയുന്നത്? എപ്പോൾ? അതിനു തുല്യമായി ഹിന്ദിയിലുള്ള വാക്കാണ് കബ്. കബ് എന്ന ഹിന്ദിയിലെ വാക്ക് എപ്പോൾ എന്ന വാക്കിന് തുല്യമായി നമുക്ക് ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്തെങ്കിൽ, ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുമെങ്കിൽ, ഒരു പ്രവൃത്തി നടന്നെങ്കിൽ, ഒരു സംഭവം നടന്നെങ്കിൽ, നടക്കുന്നു അല്ലെങ്കിൽ നടക്കുമെങ്കിൽ അതിന് ഒരു സമയമുണ്ടായിരിക്കും. ഈ രീതിയിൽ ക്രിയ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ലാ കാലങ്ങളിലും ഉപയോഗിക്കുന്നു. അപ്പോൾ കഴിഞ്ഞുപോയ കാലത്തിലോ ഇപ്പോഴോ പിന്നീടോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുമെങ്കിൽ അതേതു ദിവസം നടന്നു, നടക്കുന്നു അല്ലെങ്കിൽ നടക്കും. മാസത്തിലാകാം, ആഴ്ചയിലാകാം, വർഷത്തിലാകാം. ഏതെങ്കിലും ഒരു സമയത്തത് നടന്നു അല്ലെങ്കിൽ നടക്കുന്നു, നടക്കും. അത് ചോദിച്ചറിയാൻ വേണ്ടി പ്രധാനമായും നാം ഹിന്ദിയിലെ കബ് ചേർത്ത് ചോദിക്കുന്നു. അപ്പോൾ കബ് ഹുവ എപ്പോൾ സംഭവിച്ചു, കബ് ഹോത്ത എപ്പോൾ സംഭവിക്കുന്നു, കബ് ഹോഗ എപ്പോൾ സംഭവിക്കും. ഇങ്ങനെ സമയം ചോദിച്ചറിയാൻ കബ് ചേർത്ത് ഹിന്ദിയിൽ ചോദിക്കാം. കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മൾ എല്ലാ ദിവസവും രാത്രിയും പകലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ, ആഴ്ചയിലോ മാസത്തിലോ വർഷത്തിലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്കറിയണം എന്നുള്ളതായ, സമയം അറിയണമെന്നുള്ളതായ താല്പര്യം ഉണ്ടാകുമ്പോൾ നാം കബ് ചേർത്ത് ചോദിക്കുന്നു. എപ്പോൾ പോകുന്നു, കബ് ജാത്താ ഹൈ, എപ്പോൾ വരുന്നു, കബ് ആത്താ ഹൈ, എപ്പോൾ നോക്കുന്നു, കബ് ദേഖ്താ ഹൈ, എപ്പോൾ പറയുന്നു, കബ് ബോൾത്താ ഹൈ. ഇങ്ങനെ. അപ്പോൾ ദിനചര്യ ചോദിച്ച് അറിയണമെങ്കിൽ കബ് ചേർത്ത് ചോദിക്കാം. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള, രാത്രി വരെയുള്ള കാര്യങ്ങൾ അത് കൂട്ടുകാരോടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടോ ഒക്കെ ഏതെങ്കിലും സമയത്ത് ചോദിച്ചറിയുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. എപ്പോൾ എഴുന്നേൽക്കുന്നു, എപ്പോൾ കഴിക്കുന്നു, എപ്പോൾ കുടിക്കുന്നു, എപ്പോൾ ഉറങ്ങുന്നു, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാം എപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാ, എപ്പം എന്നൊക്കെയുള്ള പല രീതിയുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഹിന്ദിയിലെ ഹിന്ദിയിലെ കബ് നമുക്ക് ഉപയോഗിക്കാം. ക്യാ അല്ല കബ്. ഇപ്പോൾ പരിചയമുള്ള ഒരാളുടെ മകൻ സ്കൂളിൽ പോകുന്നു. അവൻ എപ്പോഴാണ് പോകുന്നത് അറിയത്തില്ല. അപ്പോൾ ചോദിക്കാം, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ ചെറുക്കൻ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ തുമാരാ ബേട്ട അല്ലെങ്കിൽ ആപ്കാ ബേട്ട സ്കൂൾ കബ് ജാത്താ ഹെ എന്നാണ്. കബ് ജാത്താ ഹെ, എപ്പോൾ പോകുന്നു. എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തായുടെ ഉച്ചാരണം ചേർത്ത് ചോദിക്കുന്നു. ക്രിയയോടുകൂടി, ക്രിയയുടെ ഉച്ചാരണത്തിൽ താ വരുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്നും നടക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കാം. അവിടെയൊക്കെ നമ്മൾ താ ഉച്ചാരണം കൊടുത്ത് ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കബ് ജാത്താ ഹെ, എപ്പോൾ പോകുന്നു, എപ്പോൾ വരുന്നു, കബ് ആത്താ ഹെ, എപ്പോൾ പഠിക്കുന്നു, കബ് പഠിത്താ ഹെ, എപ്പോൾ ഉറങ്ങുന്നു, കബ് സോത്താ ഹെ. ഇങ്ങനെ അതിരാവിലെ മുതൽ ചെയ്തു വരുന്ന എല്ലാ ക്രിയകളും ഇതിൽ ഉൾപ്പെടാം. കബ് ജാഗ്താ ഹെ, എപ്പോൾ ഉണരുന്നു, കബ് ഉഠ്താ ഹെ, എപ്പോൾ എഴുന്നേൽക്കുന്നു, കബ് നഹാത്താ ഹെ, എപ്പോൾ കുളിക്കുന്നു, കബ് നാസ്ത കർത്താ ഹെ, കാപ്പി എപ്പോൾ കുടിക്കുന്നു, കബ് ഖാന ഖാത്താ ഹെ, ആഹാരം എപ്പോൾ കഴിക്കുന്നു, കബ് സോത്താ ഹെ, എപ്പോൾ ഉറങ്ങുന്നു. അതുപോലെ കബ് ലിഖ്താ ഹെ, കബ് പഠ്താ ഹെ, കബ് സ്കൂൾ ജാത്താ ഹെ, കബ് സ്കൂൾ സെ ആത്താ ഹെ. ഇങ്ങനെ എല്ലാം
പ്രസൻറ്റ് ടൈമിൽ തായുടെ ഉച്ചാരണം കൊടുത്ത് കബ് ചേർത്ത് ചോദിക്കാനായിട്ട് കഴിയും. അടുത്തതായിട്ട് കൂടിക്കാഴ്ചയുടെ സമയം ചോദിച്ചറിയാനായിട്ട് കബ് ചേർത്ത് ചോദിക്കാം. കണ്ടുമുട്ടിയതിന്, കണ്ടതിന്, കാണുന്നതിന്, കാണാൻ പോകുന്നതിനൊക്കെയും മിലോഗെ ചേർത്ത് ചോദിക്കാം. കബ് മിലോഗെ, എപ്പോൾ കാണും, എപ്പോൾ കണ്ടുമുട്ടും. നാളെ നീ അവനെ എപ്പോൾ കാണും. കൽ തും ഉസ്കോ കബ് മിലോഗെ, ഉസ്സെ മിലോഗെ എന്നും പറയാറുണ്ട്. എപ്പോൾ എന്ന വാക്കിനോടുകൂടെ നാം സാധാരണയായി ഉപയോഗിച്ച് വരുന്ന മറ്റൊരു വാക്കിൻ്റെ അംശമാണ് വരെ. അതിന് ഹിന്ദിയിൽ തക്കാണ്. എപ്പോൾ വരെ, കബ് തക്ക്. കബ് തക്ക് മിലോഗെ. ഇതിൻ്റെ ശരിയായ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വരെ കാണാം. ഇങ്ങനെയുള്ള ഒരു രീതി മലയാളത്തിൽ പൊതുവെ കുറവാണ്, എന്നാൽ ഹിന്ദിയിൽ ഉണ്ട്. അപ്പോൾ എപ്പോഴത്തേക്ക് കാണാൻ പറ്റും, കാണാൻ കഴിയും എന്ന് ചോദിക്കുന്ന രീതി ഉണ്ട് മലയാളത്തിൽ. എപ്പോഴത്തേക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ എപ്പോൾ കാണാൻ പറ്റുമെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ വേണേൽ പറയാം, ഉച്ചയോടുകൂടി കാണാം. അപ്പോൾ കൂടി, മലയാളത്തിൽ തക്കിന് വരേക്കാൾ കൂടുതലായിട്ട് കൂടി എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. ഉച്ചയോടുകൂടി കാണാം. അപ്പോൾ തക്ക് എന്ന ഹിന്ദി വാക്കിന് വരെ എന്ന് മാത്രമല്ല കൂടി എന്നും കൂടി അർത്ഥമുണ്ട് മലയാളത്തിൽ. കബ് തക്ക് മിലോഗെ, ഉച്ചയോടുകൂടി കാണാമോ. കബ് തക്ക് മിലോഗെ, ദോപഹർ തക്ക് മിലോഗെ, ദോപഹർ തക്ക് മിൽ പാവോഗെ. എപ്പോൾ കാണാം, ഉച്ചയോടുകൂടി കാണാമോ. അപ്പോൾ ഉച്ചയ്ക്ക് മുൻപോ പിൻപോ അല്ല, ഉച്ചയാകുമ്പോൾ. അപ്പോൾ കബ് തക്ക് ചേർത്ത് ചോദിക്കുമ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു ഫിക്സ്ഡ് ടൈമാണ് ഉൾപ്പെടുത്തേണ്ടത്. ഉച്ചയാകുമ്പോൾ, ഉച്ചയ്ക്ക് മുൻപോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെയോ അല്ല, കറക്റ്റ് ടൈമിൽ തന്നെ. കബ് ഉസ്കെ സാത്ത് മുലാഖാത്ത് ഹുവ, അവനുമായി അല്ലെങ്കിൽ അയാളുമായിട്ട് കൂടിക്കാഴ്ച എപ്പോഴായിരുന്നു എന്നാണ്. മുലാഖാത്ത്, കൂടിക്കാഴ്ച, കണ്ടുമുട്ടുന്നതിനൊക്കെയും ഉപയോഗിക്കാം. അപ്പോൾ ഹിന്ദിയിൽ കബ് തക് ആവുകെ ചോദിച്ചാൽ 4 ബജെ തക് ആ പായെങ്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴത്തേക്ക് വരും, 4 മണി ആകുമ്പോൾ, 4 മണി ആകുമ്പോഴത്തേക്കൊക്കെ വരാമെന്നാണ്. അപ്പോൾ ചേട്ടാ, ചെറുക്കൻ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. ഭയ്യ പോരാ, സ്കൂൾ കബ് ജാത്താ ഹെ. പരിപാടിയോ പ്രോഗ്രാമോ ഒക്കെ ഉണ്ട്, അതിൻ്റെ സമയം ശരിക്കും അറിയത്തില്ലെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ആ ചെറുക്കൻ്റെ കല്യാണം എപ്പോഴാ. ഉസ് ലഡ്കെ ഷാദി കബ് ഹൈ. അല്ലെങ്കിൽ അവരുടെ ഗാനമേള എപ്പോഴാണ്. സംഗീത് ഉത്സവ്, ഗാനമേള. ഉൻകാ സംഗീത് ഉത്സവ് കബ് ഹൈ. ഉള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ, ഒരു കാര്യത്തിൻ്റെ സമയം ചോദിച്ചറിയണമെന്ന് ഉള്ളപ്പോൾ, ചോദിച്ചറിയേണ്ടി വരുമ്പോൾ ഹിന്ദിയിലെ കബ് ചേർത്ത് ചോദിക്കാം. അതുപോലെ സ്വാഭാവികമായി സംഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, ചിലപ്പോൾ അതൊക്കെയും കൂടി ചോദിച്ചറിയേണ്ടി വരും. അപ്പോഴും നമുക്ക് ചേർത്ത് ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയും. ക്രിയകൾ എന്നും നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളായിരിക്കാം. അതൊക്കെയും ചോദിച്ചറിയുമ്പോൾ ചോദിക്കുന്നു.